ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ പ്രാക്ടീസിന്റെ 13ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിറർ വർക്ക് എപ്പോഴും രാവിലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ 13ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് നാളെ രാവിലെ ചെയ്യേണ്ട പ്രാക്ടീസാണ്. അപ്പോൾ അത് ഇന്ന് രാത്രി ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ ഉണർന്നാൽ ഉടനെ തന്നെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ സമയത്തേക്ക് ഈ വീഡിയോയുടെ ടൈം മാറ്റിയത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്: സ്റ്റാർട്ടിങ് യുവർ ഡേ വിത്ത് ലവ്. സ്നേഹത്തോടെ നിങ്ങളുടെ ദിവസം തുടങ്ങുക. എങ്ങനെയാണോ നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുന്നത്, ഇനി ആ ദിവസത്തെ മുഴുവൻ എങ്ങനെ സ്വാധീനിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കൂടാതെ പവർ ഓഫ് പോസിറ്റിവിറ്റിയെ കുറിച്ചും പഠിക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റയുടനെയുള്ള 1 മണിക്കൂർ വളരെ പ്രാധാന്യമുള്ളതാണ്. ആ 1 മണിക്കൂർ പോസിറ്റീവായി നിലനിർത്തിയാൽ ദിവസം മുഴുവനും പോസിറ്റീവായിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് കോച്ചിങ്ങിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും അഫർമേഷൻ കേൾക്കാനും ഒക്കെ പറയുന്നത്. നന്ദി പറയുന്നതിനും അഭിനന്ദിക്കുന്നതിനും ഒരുപാട് ശക്തിയുണ്ട്. ഇത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റാനും ഒപ്പം നമ്മുടെ സെൽഫ് ടോക്കിൽ മാറ്റം വരുത്താനും ഒക്കെ സഹായിക്കും. രാവിലെ ഉണരുമ്പോൾ തന്നെ നന്ദി പറയുക. ആദ്യം അവനവനോട് നന്ദി പറയുക. പിന്നീട് നമുക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. അതിനുശേഷം അഫർമേഷൻ കേൾക്കുകയോ പറയുകയോ ചെയ്യുക. ശേഷം നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ വായിച്ച് അത് നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യുക. ശേഷം മെഡിറ്റേഷനും മിറർ വർക്കും എക്സസൈസും ഒക്കെ ഈ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ പോസിറ്റീവായ ചിന്തകളോടെ അല്ലെങ്കിൽ സ്നേഹമുള്ള ചിന്തകളോടെ ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം എന്നെ പരിപോഷിപ്പിക്കുന്നു എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് വിശ്വസിക്കുക. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നല്ല രീതിയിൽ ചിലവഴിക്കുക. രാവിലെ എല്ലാവർക്കും കുറച്ച് തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് ഈ പ്രാക്ടീസുകൾ ചെയ്യാനായിട്ട് സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേൽക്കുക. എന്നിട്ട് ദിവസവും ഒരു 20 മിനിറ്റ് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് ഈ പ്രാക്ടീസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ ബ്ലസ് ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൽ നോക്കിയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു കുടിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ ഭക്ഷണം പാചകം ചെയ്ത് തന്നവർക്ക്, അതുപോലെ തന്നെ കൃഷി ചെയ്തവർക്ക്, അതുപോലെ അത് നമ്മളിലേക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി പറയുക. ഇനി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കേണ്ടത്: ടുഡേ ഐ ക്രിയേറ്റ് വണ്ടർഫുൾ ന്യൂ ഡേ ആൻഡ് വണ്ടർഫുൾ ന്യൂ ഫ്യൂച്ചർ. ഇന്ന് ഞാൻ വളരെ വിസ്മയകരമായ ദിവസം സൃഷ്ടിക്കുന്നു, ഒപ്പം വിസ്മയകരമായ ഒരു ഭാവിയും. ഇതാണ് ഇന്നത്തെ അഫർമേഷൻ. ഇനി അടുത്തതായിട്ട് മിറർ വർക്കാണ്. അപ്പോൾ മിറർ വർക്കിൻ്റെ ആദ്യത്തെ ടാസ്ക് കണ്ണാടിയിൽ നോക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ബെഡിൽ ഇരുന്നിട്ട് പറയുക: ഗുഡ് മോർണിംഗ് ബെഡ്, എന്നെ ഇത്രയും സുഖമായി ഉറങ്ങാൻ സഹായിച്ചതിന് നന്ദി, ഐ ലവ് യു. ഇനി ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുക: എല്ലാം നല്ലതാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ധാരാളം സമയം എൻ്റെ പക്കലുണ്ട്. പറഞ്ഞതിന് ശേഷം ബെഡിൽ 2-3 മിനിറ്റ് ശാന്തമായിരിക്കുക. ശേഷം നിങ്ങളുടെ കണ്ണാടി എടുത്ത് അതിലേക്ക് നോക്കിയ ശേഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. വളരെ സന്തോഷത്തോടെ ചിരിച്ച് കണ്ണാടിയിൽ നിങ്ങളെ നോക്കി നിൽക്കുക. എന്നിട്ട് പറയുക: ഗുഡ് മോർണിംഗ്. എന്നിട്ട് നിങ്ങളുടെ പേര് പറയുക. ഉദാഹരണമായി, ഗുഡ് മോർണിംഗ് ആശ, ഐ ലവ് യു, ഐ റിയലി റിയലി ലവ് യു ആശ. എന്നിട്ട് പറയുക: നീ ഇന്ന് വളരെ സുന്ദരിയാണല്ലോ, നിന്റെ ചിരി കാണാൻ വളരെ നല്ല ഭംഗിയുണ്ട്. ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമാകാൻ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇനി അടുത്തതായിട്ട് ജേർണലിംഗ് ആണ്. അപ്പോൾ നോട്ട്ബുക്ക് എടുക്കുക. ഇന്നത്തെ ദിവസം ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട്, എല്ലാ തരത്തിലും നല്ല ദിവസമാക്കാൻ വേണ്ടി രാവിലെ ചെയ്ത കാര്യങ്ങൾ എഴുതുക. അതായത് നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പോകുന്ന കാര്യം, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. ഇനി ഡെയിലി റുട്ടീൻ്റെ സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞാൽ ഓരോ റുട്ടീനും വേണ്ടി 1-2 അഫർമേഷൻ ഉണ്ടാക്കുക.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഉപയോഗിക്കേണ്ട അഫർമേഷനുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന്, ഡ്രസ്സ് ചെയ്യുമ്പോൾ നീ ഇന്ന് വളരെ സ്മാർട്ടായിരിക്കുന്നു. ഇന്ന് നിന്നെ കണ്ടുമുട്ടുന്ന എല്ലാവരും നിന്നോട് വളരെ മനോഹരമായി പെരുമാറുന്നു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഈ ഭക്ഷണം എൻ്റെ മനസ്സിൽ കാണുക, അത് അനുഭവിക്കുക. ഇനി മെഡിറ്റേഷനാണ്. ഇത് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക. ഇനി ഇതിൽ കുറച്ച് അഫർമേഷൻസ് ആണ് പറയുന്നത്, സ്നേഹത്തിനായിട്ടുള്ള അഫർമേഷൻസ്. ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, കൂടുതലായി എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കേണ്ടത്? സ്നേഹം നിറഞ്ഞ കണ്ണുകളിലൂടെ ഞാൻ എല്ലാതും കാണുന്നു. ഞാൻ എന്തു കാണുന്നുവോ അതിനെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹവും റൊമാൻസും ആകർഷിക്കുന്നു. അതിനെ ഞാൻ സ്വീകരിക്കുന്നു. സ്നേഹത്താലും സന്തോഷത്താലും എൻ്റെ ജീവിതം നിറഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും എന്നെ തേടി വരുന്ന സ്നേഹത്തിന് ഞാൻ സന്തോഷിക്കുന്നു. ജീവിതം എനിക്ക് തരുന്ന സ്നേഹത്തെയും പ്രേമത്തെയും സന്തോഷത്തെയും എല്ലാം നല്ലതിനെയും അനുഭവിക്കാൻ ഞാൻ അർഹയാണ്. ഞാൻ സ്നേഹത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാം വളരെ നല്ലതാണ്. എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളായി ഞാൻ സന്തോഷകരമായ ബന്ധത്തിലാണ്. എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്. എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു. ഞാൻ എവിടെ പോയാലും സ്നേഹത്താൽ മൂടപ്പെടുന്നു. ഞാൻ നല്ല ബന്ധങ്ങളെ മാത്രം ആകർഷിക്കുന്നു. ഞാൻ വളരെ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ സ്നേഹത്തിനും നന്ദി. എല്ലാത്തിലും എല്ലാവരിലും സ്നേഹത്തെ കാണാൻ എനിക്ക് കഴിയുന്നു. ഈ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.